ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും തിരുവാതിര ഗാർഡനിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഡെൻഡ്രോബിയത്തിൻ്റെ പോട്ടിങ്ങും അതിൻ്റെ കെയറിങ്ങുമാണ്. അതുപോലെ തന്നെ നമുക്ക് എന്നത്തെയും പോലെ ഡെൻഡ്രോബിയത്തിൻ്റെ കോംബോ ഓഫേഴ്സുമുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. മറ്റുള്ള ചെടികളെ അപേക്ഷിച്ച് ഓർക്കിഡ് ചെടികൾ വളർത്താൻ വലിയ പ്രയാസമില്ല. കുറച്ച് സ്ഥലവും കുറച്ച് കെയറിങ്ങും മാത്രം മതി ഓർക്കിഡ് ചെടി വളർത്താൻ. പുതിയതായിട്ടൊക്കെ ഓർക്കിഡ് ചെടികൾ വളർത്തുന്നവർ കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ലതായിട്ടിത് വളർത്താൻ പറ്റും. ഓർക്കിഡ് ചെടികൾക്ക് നല്ല സൂര്യപ്രകാശം ആവശ്യമാണ്. എന്നാൽ നേരിട്ടുള്ള വെയിൽ ഇതിന് ആവശ്യമില്ല. നമ്മൾ വളർത്തുമ്പോൾ നേരിട്ടുള്ള വെയിൽ അടിക്കാത്ത ഭാഗത്ത് വേണം ഇത് വെക്കാനായിട്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ പോട്ടിംഗ് മിക്സ് എടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് കരിക്കട്ടയിലും ഓടിൻ്റെ പീസിലും നട്ടുകൊടുക്കാം. കരിക്കട്ട മാത്രമായാലും മതി. കരിക്കട്ട മാത്രമായാൽ കൊച്ചിൻ്റെ ശല്യം കുറഞ്ഞു കിട്ടും. അതുപോലെ തന്നെ ഡെൻഡ്രോബിയത്തിൻ്റെ സീഡ്ലിങ്സ് നടുമ്പോൾ നമ്മൾ ഹോളുള്ള ചെറിയ ഒരു പോട്ടിൽ വേണം നടാൻ. അത് വളർന്നു വന്നതിന് ശേഷം മാത്രമേ നമ്മൾ വലിയ പോട്ടിലേക്ക് ഇത് വയ്ക്കാവൂ. അതുപോലെ തന്നെ ഓർക്കിഡിന് വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ചൂടുള്ള കാലാവസ്ഥയിൽ 2 നേരം നനച്ചു കൊടുക്കാം. മഴക്കാലത്ത് ഒന്നിടവിട്ട ദിവസങ്ങളിൽ നനച്ചു കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഇതിന് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മളൊരു 10 മണിക്ക് മുമ്പായിട്ടോ, രാവിലെ 10 മണിക്ക് മുമ്പായിട്ടോ, വൈകിട്ട് 5 മണിക്ക് മുമ്പായിട്ടോ ഒഴിച്ചു കൊടുക്കണം. രാത്രിയിലൊക്കെ നമ്മൾ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈർപ്പം തങ്ങി നിന്നിട്ട് ഇലയ്ക്കൊക്കെ മഞ്ഞളിപ്പുണ്ടാകും. ഇലയ്ക്ക് മഞ്ഞളിപ്പുണ്ടായാൽ തന്നെ അത് പെട്ടെന്ന് കട്ട് ചെയ്ത് കളയണം. ഇല്ലെങ്കിൽ മറ്റുള്ള ചെടികളിലേക്ക് ഇത് വ്യാപിച്ച് ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. അതുപോലെ ഇനി ഇതിൻ്റെ ഫെർട്ടിലൈസർ നോക്കാം. ഓർക്കിഡ് ചെടികൾക്ക് മറ്റുള്ള ചെടികളെ പോലെ എല്ലാ വളങ്ങളും കൊടുക്കാൻ പറ്റില്ല. ഓർഗാനിക് ഫെർട്ടിലൈസറും ലിക്വിഡ് ഫെർട്ടിലൈസറും മാത്രമേ കൊടുക്കാൻ പറ്റൂ. ഓർഗാനിക് ഫെർട്ടിലൈസർ നമ്മൾ കൊടുക്കുമ്പോൾ ഇത് വേനൽക്കാലത്ത് മാത്രമേ കൊടുക്കാവൂ. മഴക്കാലത്ത് ഓർഗാനിക് ഫെർട്ടിലൈസർ കൊടുക്കാൻ പറ്റത്തില്ല. വേനൽക്കാലത്ത് ഫിഷ് അമിനോ ആസിഡ് നമ്മുടെ ചെടികളിൽ കൊടുക്കുന്നത് ഇതിൻ്റെ വളർച്ചയ്ക്ക് ഗുണം ചെയ്യും. അത് 1 ലിറ്റർ വെള്ളത്തിൽ ഒരു 5 മില്ലി ഒഴിച്ച് സ്പ്രേ ചെയ്ത് കൊടുത്താൽ അതിൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും നല്ലതാണ്. അതുപോലെ കെമിക്കൽ ഫെർട്ടിലൈസർ നമുക്ക് മഴക്കാലത്തും വേനൽക്കാലത്തും എല്ലാം കൊടുക്കാം. അത് മിറാക്കിൾ ഗ്രോത്തോ ഗ്രീൻ കെയറോ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇത് ആഴ്ചയിൽ ഒരിക്കൽ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതും ഇതുപോലെ തന്നെ 1 ലിറ്റർ വെള്ളത്തിൽ ഒരു 3.5 ml ഒഴിച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കാം. പിന്നെ ഈ ഓർക്കിഡിൻ്റെ മെച്യൂർഡായ പ്ലാന്റുകൾക്ക് നമുക്ക് ഫ്ലവറിങ്ങിൻ്റെ ഫെർട്ടിലൈസർ സ്പ്രേ ചെയ്ത് കൊടുക്കാം. അത് NPK 19-19-19 മിറാക്കിൾ 20 നമുക്ക് 1 ലിറ്റർ വെള്ളത്തിൽ 3 മില്ലി വെച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കാം. മാസത്തിലൊരിക്കൽ ഇതിന് ഫംഗിസൈഡ് കൊടുക്കണം. അത് സാഫോ സുഡോമോണസോ എന്തെങ്കിലും ഇതുപോലെ 1 ലിറ്റർ വെള്ളത്തിൽ ഒരു 2 മില്ലി എടുത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഇതേ മെത്തേഡിൽ ഒന്ന് വളർത്തി നോക്കൂ. സ്ഥലമില്ലാത്തവർക്ക് പോലും നല്ല രീതിയിൽ ഒരു പൂന്തോട്ടം ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ മറ്റുള്ള ചെടികളെ പോലെയല്ല ഈ ഓർക്കിഡ് ചെടി. ഒരു 10 ഓർക്കിഡെങ്കിലും നിങ്ങളൊന്ന് വളർത്തി നോക്കൂ. ഒരു വർഷം കൊണ്ട് തന്നെ നമുക്കൊരു 30 ഓർക്കിഡിൽ പുറത്ത് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്ത് നമുക്ക് ഇതിന് തൈകൾ ഉണ്ടാക്കാൻ പറ്റും. ഇത് വീട്ടമ്മമാർക്കൊക്കെ ഒരു വരുമാന മാർഗം കൂടിയാക്കാം. നമ്മുടെ ഓരോ പഞ്ചായത്തിലെയും കൃഷിഭവനുകൾ നിങ്ങളൊന്ന് അന്വേഷിച്ചാൽ മതി. നമുക്ക് ഓർക്കിഡിന് സബ്സിഡി കിട്ടും. ഒരു 500 ഓർക്കിഡ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഇതിന് 20,000 രൂപ സബ്സിഡി കിട്ടും. 1000 ഓർക്കിഡ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ 40,000 രൂപയും സബ്സിഡി കിട്ടും. അത് നമ്മൾ തിരിച്ചടയ്ക്കേണ്ടാത്ത പൈസയാണ്. അപ്പോൾ ഓർക്കിഡിൻ്റെ സബ്സിഡിക്കൊക്കെ ഇവിടെ പലരും വരുന്നുണ്ട്. നമ്മൾ ഓർക്കിഡ് ഒരു 500-1000 ഓർക്കിഡൊക്കെ എടുക്കുന്നവർക്ക് നമ്മൾ ഹോൾസെയിലായിട്ടും ഇവിടെ കൊടുക്കുന്നുണ്ട്. ബില്ലും കാര്യങ്ങളും എല്ലാം നമ്മൾ തന്നെ കൊടുക്കും. അന്നേരം നമുക്ക് കൃഷി ഓഫീസിൽ സബ്സിഡിക്ക് നമ്മൾ ഓർക്കിഡ് വാങ്ങിയതിൻ്റെ ബില്ലൊക്കെ കൊടുത്താൽ മതി. നമുക്ക് ഈ പൈസ തിരിച്ചടയ്ക്കേണ്ടാത്ത പൈസയാണ്. അപ്പോൾ എല്ലാവരും കുറച്ച് ഓർക്കിഡ്സ് വളർത്തി നോക്കൂ. നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ വരുമാന മാർഗം ഉണ്ടാക്കാം.
അതുപോലെ നമുക്ക് ഓർക്കിഡ്സിൻ്റെ കോംബോ ഓഫേഴ്സും ഉണ്ട്. ഒരു 5 കളറിന് 700ഉം 10 കളറിന് 1300ഉമാണ് പ്രൈസ്. അത് പ്രീമിയം ടൈപ്പ് ഓർക്കിഡ്സ് ആണ്. പ്രീമിയം ടൈപ്പിൻ്റെ ഒരു 30 വെറൈറ്റീസോളം നമ്മുടെ കയ്യിലുണ്ട്. അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ടൈപ്പ് ഓർക്കിഡ്സും ഉണ്ട്. അത് 10 കളറിന് 1000 രൂപയുമാണ്. സ്റ്റാൻഡേർഡ് ടൈപ്പിൻ്റെയും ഒരു 25 വെറൈറ്റീസോളം നമ്മുടെ കയ്യിലുണ്ട്. നമ്മുടെ ഗാർഡൻ കൊല്ലം ജില്ലയിലെ എഴുകോണാണ്, തിരുവാതിര ഹോം ഗാർഡൻ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്ലാന്റ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി, നേരിട്ട് വന്ന് പ്ലാന്റ് വാങ്ങിക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.